ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന് ഹൈക്കോടതി. ജീവനോപാധി എന്നേക്കുമായി നഷ്ടപ്പെട്ടവരാണെന്നും കോവിഡുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ദുരന്തബാധിതരുടെ വായ്പയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മൊറട്ടോറിയമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടം എഴുതിത്തള്ളണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കണമെന്നും കോടതി പറഞ്ഞു. 12 ബാങ്കുകളിലായി 320 കോടിയോളം രൂപയാണ് വായ്പാ ഇനത്തിലുള്ളത്. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പ്രതികൾക്ക് ജാമ്യം. സീനിയർ വിദ്യാർത്ഥികളായ സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവർക്കാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതികളുടെ പ്രായം, മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നീ കാരണങ്ങൾ കണക്കിലെടുത്താണ് ജാമ്യം നൽകിയത്. 1-ാം വർഷ വിദ്യാർത്ഥികളായ 6 പേരാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. കൊല്ലം പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയും പൂരം കമ്മിറ്റിയും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ജില്ലാ കളക്ടറുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഉത്തരവ്. വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജില്ലാ കളക്ടർ പൂരം ഭരണസമിതി സമർപ്പിച്ച അപേക്ഷ തള്ളിയിരുന്നത്. എന്നാൽ നൂറ്റാണ്ടുകളുടെ ഐതിഹ്യവും ക്ഷേത്ര ഉത്സവത്തിന്റെ ആചാരത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള വെടിക്കെട്ട് അപേക്ഷ തള്ളിയ കളക്ടറുടെ നടപടിക്കെതിരെ ക്ഷേത്ര ഉപദേശക സമിതിയും പൂരം സംഘാടക സമിതിയും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അഡ്വക്കേറ്റുമാരായ വിഷ്ണു വിജയൻ, ഹരികൃഷ്ണൻ, അജ്മൽ, വിദ്യാസാഗർ, അമൃത കൃഷ്ണൻ, ഷിജു, ഷാനി, ഫാത്തിമ, അനസൂയ തുടങ്ങിയ അഭിഭാഷകർ ക്ഷേത്ര ഉപദേശക സമിതിക്കും പൂരം കമ്മിറ്റിക്കും വേണ്ടി കോടതിയിൽ ഹാജരായി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കി കേരള സർവകലാശാല. ആഭ്യന്തര അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി. ഇവർക്ക് മറ്റു ക്യാമ്പസുകളിലും അഡ്മിഷൻ നൽകരുതെന്നും സർവകലാശാല പറഞ്ഞു. സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ നൽകിയ ഹർജിയിലാണ് സർവകലാശാല നടപടിയെടുത്തത്. 19 പേർക്ക് മറ്റു ക്യാമ്പസുകളിൽ പ്രവേശനം നൽകിയത് ചോദ്യം ചെയ്തായിരുന്നു ഷീബ ഹർജി നൽകിയത്. അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം 7-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ സ്വർണ്ണമാല തട്ടിയെടുക്കാനായി വിനീതയെ കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ കോടതി വിധി പ്രസ്താവിച്ചിട്ടില്ല. ഈ മാസം 21-ന് വീണ്ടും കോടതി കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞു. അലങ്കാര ചെടി വിൽക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു വിനീത. ചെടി വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തിയ രാജേന്ദ്രൻ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 2022 ഫെബ്രുവരി 6-നായിരുന്നു സംഭവം. വനിതാ CPO സമരപന്തലിൽ ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണു. തൃശൂർ സ്വദേശി ഹസീനയാണ് ഏത്തമിട്ട് പ്രതിഷേധിക്കുന്നതിനിടെ കുഴഞ്ഞു വീണത്. പോലീസ് വാഹനം എത്താത്തതിനാൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിൽ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി. റാങ്ക് ലിസ്റ്റ് ഈ മാസം 19-ന് അവസാനിക്കാനിരിക്കെയാണ് സമരം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ നടപടികൾ തുടങ്ങി ED. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ ED അപേക്ഷ സമർപ്പിച്ചു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. SFIO കുറ്റപത്രം വിശദമായി പരിശോധിച്ച ശേഷം വീണ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനാണ് EDയുടെ നീക്കം. കഴിഞ്ഞ ദിവസം CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട SFIOയുടെ തുടർ നടപടികൾക്ക് സ്റ്റേ ഇല്ലെന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചിരുന്നു. ഏപ്രിൽ 22-നാണ് ഹർജി വീണ്ടും പരിഗണിക്കുക. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവുർ റാണയെ ഇന്ത്യയിലെത്തിച്ചു. തുടർന്ന് NIA ആസ്ഥാനത്തേക്ക് എത്തിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ NIAയുടെ നേതൃത്വത്തിൽ 12-അംഗ സംഘം ചോദ്യം ചെയ്യും. റാണയിൽ നിന്ന് സുപ്രധാന വിവരങ്ങൾ പ്രതീക്ഷിച്ചാണ് അന്വേഷണ ഏജൻസികൾ. കഴിഞ്ഞ 16 വർഷമായി ലോസ് ആഞ്ചലസ് ജയിലിൽ കഴിയുന്ന റാണയെ കനത്ത സുരക്ഷയിൽ തീഹാർ ജയിലിലാണ് പാർപ്പിക്കുന്നത്. ഇന്ത്യയിലേക്ക് തന്നെ അയക്കരുതെന്ന് US സുപ്രീം കോടതിയിൽ റാണ വാദിച്ചിരുന്നു. എന്നാൽ അതിൽ തീർപ്പ് കൽപ്പിക്കുകയും തുടർന്ന് ഇന്ത്യക്ക് കൈമാറാൻ ധാരണയാവുകയുമായിരുന്നു. 2008 നവംബറിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളായ പാക് US ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഭീകരാക്രമണ കേസ് മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റും. താരിഫ് യുദ്ധത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പോരുമുറുകുന്നു. ചൈനയ്ക്ക് മേലുള്ള തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഉയർത്തി. 125% തീരുവ ഉയർത്തിയത്. ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ പകരം തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ചൈനയുടെ അനാദരവ് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നീക്കം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 84% തീരുവ ചുമത്തി ചൈന രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികാര നടപടി.